വേദിയിൽ ഉപവിഷ്ടരായ GAOവിൻ്റെ പ്രിയ നേതാക്കളെ, എൻ്റെ മുന്നിലിരിക്കുന്ന അനുജത്തിമാരെ, മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. GAOയുടെ 40ാം വാർഷികത്തോടനുബന്ധിച്ച് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് ഇവിടെ മലപ്പുറം ജില്ലയിലും മലപ്പുറത്തിൻ്റെ ജില്ലാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത്. 1984 ജമാഅത്തെ ഇസ്ലാമിക്ക് കീഴിൽ രൂപീകൃതമായ GAO പ്രവാചകന്മാരുടെ പാത പിന്തുടർന്നുകൊണ്ട് സഹാബി വനിതകളെ മാതൃകയാക്കിക്കൊണ്ട് സമൂഹത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള വിശ്വാസങ്ങളും അനാചാരങ്ങളും അജ്ഞതയുമൊക്കെ ഉന്മൂലനം ചെയ്യുന്നതിനും ഇസ്ലാമിക മൂല്യങ്ങളിൽ ഊന്നിയുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിനും വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അത് പല രീതിയിലുള്ള പ്രവർത്തനങ്ങളായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇന്ന് നമുക്കറിയാം, നാസ്തികതയും ലിബറലിസവും ജെൻഡർ ന്യൂട്രാലിറ്റിയുമൊക്കെ ക്യാമ്പസുകളിലും സമൂഹങ്ങളിലും നമ്മുടെ വീടകങ്ങളിൽ വരെ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരവസ്ഥയിൽ യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്നും യഥാർത്ഥ ഇസ്ലാമിക ജീവിതം എന്താണ് എന്നും സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഇന്ന് GAOക്ക് മാത്രമേ കഴിയുന്നുള്ളൂ എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ മക്കളോട് അല്ലെങ്കിൽ അനുജത്തിമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, അതല്ല നിങ്ങളുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ആ ലക്ഷ്യം എന്ന് പറയുന്നത് അനശ്വരമായ സ്വർഗം നേടിയെടുക്കുക എന്നുള്ളതായിരിക്കണം. ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ GAOവിൻ്റെ കൂടെ കൂടുക. അതിലേക്കുള്ള വഴി നിങ്ങൾക്ക് തുറന്ന് കാട്ടിത്തരുമെന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇസ്ലാമിക ദർശനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കും വേണ്ടി പൊരുതാനുള്ള വീര്യം പകർന്നു നൽകുന്നു എന്നതാണ്. സ്വന്തത്തിന് വേണ്ടി മാത്രമല്ല, സമൂഹത്തിലുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും പണിയെടുക്കുന്നതിന് വേണ്ടി, പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇസ്ലാം പ്രചോദനം നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 75ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തദ്അഫീന മിനർ റിജാലി വൻ നിസാഇ വൽ ദുൽദാൻ الذين يقولون ربنا أخرجنا من هذه القرية الظالم أهلها واجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا. എന്താണ് അള്ളാഹു പറയുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് പീഡിതരായ, മർദ്ദിതരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി, അങ്ങനെ സമൂഹത്തിൽ അടിച്ചമർത്തപ്പെടുന്ന ഒരു വിഭാഗത്തിന് വേണ്ടി എന്തുകൊണ്ട് നിങ്ങൾ നിലകൊള്ളുന്നില്ല എന്ന് അള്ളാഹു ചോദിക്കുമ്പോൾ, ആ നിലകൊള്ളുന്നതിൻ്റെ പേരാണ് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇന്ന് ഇവിടെ പല കുട്ടികളും ഫലസ്തീൻ കഫിയ ധരിച്ചതായിട്ട് കണ്ടു. ആ ഫലസ്തീൻ കഫിയ അത് നിങ്ങളുടെ തോളിൽ ധരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ചുമലിൽ അതിടുമ്പോൾ, അത് വെറും തുണിക്കഷ്ണമായിരിക്കാം. പക്ഷേ ആ കഫിയയിലേക്കൊന്ന് ഉറ്റുനോക്കിയാൽ അഹമ്മദ് യാസീൻ മുതൽ യഹ്യാ സിൻവാർ വരേക്കുള്ള ധീരരക്തസാക്ഷികളുടെ ചിത്രം നിങ്ങൾക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കും. നിങ്ങൾക്ക് പ്രചോദനമാവണം അത്. അതുപോലെ ഈ സമ്മേളനത്തോടനുബന്ധിച്ച് നാം സ്ഥാപിച്ചിട്ടുള്ള പല പോസ്റ്ററുകളും, അതുപോലെ തന്നെ പല ബോർഡുകളും, അതുപോലെ ബാനറുകളുമൊക്കെ, അതിൽ പല രീതിയിലുള്ള എഴുത്തുകളും ചിത്രങ്ങളുമൊക്കെയുണ്ട്. അതൊക്കെയും നമുക്ക് പ്രചോദനമാവണം.
അങ്ങനെ ഇതിൽ നിന്നൊക്കെയും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതിനേക്കാൾ അപ്പുറത്ത് വിശുദ്ധ ഖുർആൻ, അള്ളാഹു മനുഷ്യലോകത്തിൻ്റെ മാർഗദർശനത്തിനായി ഇറക്കിയ വിശുദ്ധ ഖുർആൻ, അത് പ്രചോദനമാവണമെങ്കിൽ അതിനെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ വിശുദ്ധ ഖുർആനിനനുസരിച്ചുള്ളൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വിശുദ്ധ ഖുർആനും നമുക്ക് മുന്നിൽ പ്രചോദനമാകും. ആ രീതിയിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആത്മാഭിമാനത്തോടെ, സന്തോഷത്തോടെ, അതിലുപരിയായി പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മലപ്പുറം ജില്ലാ വനിതാ വിഭാഗത്തിൻ്റെ എല്ലാവിധ വിപ്ലവാഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.